നമസ്കാരം, ഏവർക്കും അക്ഷയ കേരളമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. രാജ്യത്തെ കോടിക്കണക്കിന് കർഷകർ ഇപ്പോൾ കാത്തിരിക്കുന്നത് ഒരേ ഒരു കാര്യത്തിനാണ്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ 24ാം ഗഡു എപ്പോൾ വരും? 2000 രൂപ എപ്പോൾ ബാങ്കിൽ എത്തും? സർക്കാർ തീയതി പ്രഖ്യാപിച്ചോ? ആർക്കൊക്കെ ഈ തുക ലഭിക്കും? ഒരുമിച്ച് 4000 രൂപ ലഭിക്കുമോ? ഏതൊക്കെ കാരണങ്ങൾ കൊണ്ട് പലരുടെയും പണം തടയാൻ സാധ്യതയുണ്ട്? ഈ തുക ലഭിക്കാൻ കർഷകർ നിർബന്ധമായും ചെയ്യേണ്ട ഫോം പൂരിപ്പിക്കൽ എന്താണ്? ഇന്നത്തെ വീഡിയോയിൽ ഈ എല്ലാ കാര്യങ്ങളും വളരെ വിശദമായി നോക്കാം. അതിനാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന രാജ്യത്തെ ഏറ്റവും വലിയ കർഷക ക്ഷേമ പദ്ധതികളിൽ ഒന്നാണ്. ഈ പദ്ധതിയിലൂടെ അർഹരായ കർഷകർക്ക് വർഷത്തിൽ 6000 രൂപ സാമ്പത്തിക സഹായം നൽകുന്നു. ഈ 6000 രൂപ ഒരുമിച്ചല്ല നൽകുന്നത്. ഓരോ 4 മാസത്തിലൊരിക്കൽ 2000 രൂപ വീതം 3 ഗഡുക്കളായാണ് വിതരണം ചെയ്യുന്നത്. സർക്കാർ നേരിട്ട് കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ DBT സംവിധാനത്തിലൂടെയാണ് ഈ തുക അയക്കുന്നത്. ഇതിൽ ഇടനിലക്കാരില്ല, കൈക്കൂലിയില്ല, നേരിട്ട് അക്കൗണ്ടിലേക്ക് പണം. ഇതുവരെ 23 ഗഡുക്കൾ വിജയകരമായി വിതരണം ചെയ്തിട്ടുണ്ട്. 2026 ജൂൺ 20-നാണ് 23ാം ഗഡു വിതരണം ചെയ്തത്. ഇപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ 24ാം ഗഡുവിലേക്കാണ്. 24ാം ഗഡു എപ്പോൾ വരും എന്നുള്ള ചോദ്യം ഇപ്പോൾ ഉയരുന്നുണ്ട്. 24ാം ഗഡു എപ്പോൾ? പദ്ധതിയുടെ നിയമപ്രകാരം ഓരോ 4 മാസത്തിലൊരിക്കലാണ് ഗഡു വിതരണം ചെയ്യുന്നത്. 23ാം ഗഡു ജൂൺ 20-നാണ് ലഭിച്ചതിനാൽ അടുത്ത ഗഡു സാധാരണയായി 2026 ഒക്ടോബർ മാസത്തിൽ വിതരണം ചെയ്യാനാണ് സാധ്യത. കേന്ദ്ര സർക്കാർ ഇതുവരെ 24ാം ഗഡുവിന്റെ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഔദ്യോഗിക മാസം എന്ന് പറയുന്നത് ഒക്ടോബർ ആണ്. ഇനി എല്ലാവർക്കും ഈ 2000 രൂപ ലഭിക്കുമോ എന്നുള്ള ചോദ്യമുണ്ട്. ഇല്ല എന്നാണ് ഉത്തരം. എല്ലാവർക്കും ലഭിക്കില്ല. സർക്കാർ നിശ്ചയിച്ച എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കുന്നവർക്ക് മാത്രമാണ് ഈ തുക ലഭിക്കുക. അതിനാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് KYC ആണ്. KYC പൂർത്തിയാക്കാത്ത കർഷകരുടെ പണം തടയപ്പെടാൻ സാധ്യതയുണ്ട്. KYC ചെയ്യാനുള്ള മാർഗങ്ങൾ നിരവധി ഉണ്ട്. ഒന്നാമത്, PM കിസാൻ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് ഫേസ് ഓതന്റിക്കേഷൻ നിങ്ങൾക്ക് ചെയ്യാം. രണ്ടാമത്, ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ OTP ഉപയോഗിച്ച് ചെയ്യാം. മൂന്നാമത്, CSC അഥവാ അക്ഷയ കേന്ദ്രം വഴി പൊതുസേവന കേന്ദ്രം സന്ദർശിച്ച് വിരലടയാളം ഉപയോഗിച്ച് ചെയ്യാം. ഇത് സൗജന്യമായി പൂർത്തിയാക്കാവുന്ന നടപടിക്രമമാണ്. ശ്രദ്ധിക്കുക, ചെറിയൊരു ചാർജ് മാത്രമേ വരുള്ളൂ. നിങ്ങൾ മൊബൈലിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സൗജന്യമായി തന്നെ ചെയ്യാം. ഇത് ചെയ്യാത്തവർക്ക് അടുത്ത ഗഡു ലഭിക്കാതെ പോവാൻ സാധ്യത കൂടുതലാണ്. ഇപ്പോൾ സർക്കാർ DBT സംവിധാനത്തിലൂടെയാണ് പണം നൽകുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ബന്ധിപ്പിച്ചിരിക്കണം. അതുമാത്രമല്ല, MPCI മാപ്പിംഗ് സജീവമായിരിക്കണം. ഇത് ശരിയല്ലെങ്കിൽ ബാങ്കിലേക്ക് പണം എത്തില്ല. പണം തിരിച്ചു പോകാനും സാധ്യതയുണ്ട്. അതിനാൽ ബാങ്കിൽ പോയി നിങ്ങളുടെ അക്കൗണ്ടിൽ DBT നില പരിശോധിക്കുന്നത് നല്ലതാണ്. ഇനി NPCI മാപ്പിംഗ്. ഈ പേര് പലരും കേട്ടിട്ടുണ്ടാവും, പക്ഷേ ഇതിന്റെ അർത്ഥം അറിയില്ല. NPCI മാപ്പിംഗ് എന്നത് നിങ്ങളുടെ ആധാർ നമ്പർ ഏത് ബാങ്കുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ള സർക്കാർ സംവിധാനമാണ്. പണം DBT പണം അയക്കുമ്പോൾ ഇതാണ് പ്രത്യേകം ശ്രദ്ധിക്കുന്നത്. അതിനാൽ ശരിയായ ബാങ്ക് അക്കൗണ്ട് NPCI മാപ്പിംഗിൽ ഉണ്ടായിരിക്കണം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നിരവധി വ്യാജ അപേക്ഷകൾ കണ്ടെത്തിയിരുന്നു. ഇത് തടയാനാണ് സർക്കാർ ലാൻഡ് വെരിഫിക്കേഷൻ കൂടുതൽ ശക്തമാക്കിയത്. നിങ്ങളുടെ ഭൂമി സർക്കാർ രേഖകളിൽ ശരിയായി രേഖപ്പെടുത്തിയിരിക്കണം. കൃഷിയോഗ്യമായ ഭൂമി നിങ്ങളുടെ പേരിൽ ഉണ്ടായിരിക്കണം. രേഖകളിൽ പ്രശ്നമുണ്ടെങ്കിൽ ഗുണഭോക്തൃ പട്ടികയിൽ നിന്ന് പേര് ഒഴിവാക്കപ്പെടും. അതിനാൽ റവന്യൂ രേഖകളും ഭൂമി വിവരങ്ങളും പരിശോധിക്കുക. ഇനി ചില കാര്യങ്ങൾ ഗഡു ലഭിക്കാതെ പോകാൻ സാധ്യതയുണ്ട്. KYC പൂർത്തിയാക്കാത്തവർക്കും ആധാറിൽ ബാങ്കുമായി ലിങ്ക് ചെയ്യാത്തവർക്കും NPCI മാപ്പിംഗ് ഇല്ലാത്തവർക്കും ഭൂമി പരിശോധന പൂർത്തിയാക്കാത്തവർക്കും തെറ്റായ ബാങ്ക് അക്കൗണ്ട് നൽകിയവർക്ക്, തെറ്റായ IFSC കോഡ് നൽകിയവർ, അപേക്ഷയിൽ പേരിലെ വ്യത്യാസമുള്ളവർ, അർഹത നഷ്ടപ്പെട്ടവർ, സർക്കാർ പരിശോധനയിൽ അനർഹരായി കണ്ടെത്തിയവർ, ഇവരെ എല്ലാവരെയും ഇതിൽ നിന്ന് ഒഴിവാക്കും. ഇനി 24ാം ഗഡുവിന് മുൻപ് ഓരോ കർഷകനും ഗുണഭോക്തൃ പട്ടിക പരിശോധിക്കണം. അപേക്ഷയുടെ നില പരിശോധിക്കണം. KYC പൂർത്തിയാക്കിയോ എന്ന് ഉറപ്പാക്കണം. DBT ശരിയാണോ എന്ന് പരിശോധിക്കണം. എന്തെങ്കിലും പ്രശ്നം കണ്ടാൽ ഉടൻ തിരുത്തണം.
ഇനി സർക്കാരിന്റെ ലക്ഷ്യം യഥാർത്ഥ കർഷകരിലേക്ക് മാത്രമാണ് സഹായം എത്തിക്കുക എന്നുള്ളതാണ്. വ്യാജ ഗുണഭോക്താക്കളെ ഒഴിവാക്കുക, സർക്കാർ ഫണ്ടിന്റെ ദുരുപയോഗം തടയുക. അതുകൊണ്ടാണ് എല്ലാ പരിശോധനകളും ഇപ്പോൾ കൂടുതൽ കർശനമാക്കിയിരിക്കുന്നത്. 24ാം ഗഡു തടസ്സമില്ലാതെ ലഭിക്കാൻ ഇന്ന് തന്നെ നിങ്ങൾ KYC പൂർത്തിയാക്കാനും ആധാർ ബാങ്കുമായി ലിങ്ക് ചെയ്യാനും NPCI മാപ്പിംഗ് പരിശോധിക്കാനും ഭൂമിരേഖകൾ ശരിയാണോ എന്ന് പരിശോധിക്കാനും അതുപോലെ അപേക്ഷയിലെ പേര്, ബാങ്ക് വിവരങ്ങൾ, ആധാർ വിവരങ്ങൾ എല്ലാം ശരിയാണോ എന്ന് ഉറപ്പാക്കാനും സർക്കാർ പ്രഖ്യാപനങ്ങൾ മാത്രം വിശ്വസിക്കാനും മറക്കരുത്. ഇനി ഇപ്പോൾ ലഭ്യമായ വിവരങ്ങൾ പ്രകാരം PM കിസാൻ പദ്ധതിയുടെ 24ാം ഗഡു ഒക്ടോബറിലാണ് വിതരണം ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ തീയതി ഇതുവരെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുമില്ല. അതുകൊണ്ട് അഭ്യൂഹങ്ങളിൽ വിശ്വസിക്കാതെ ആവശ്യമായ പരിശോധനകളും KYC, ബാങ്ക് ലിങ്കിങ്, NPCI മാപ്പിംഗ്, ഭൂമി പരിശോധന എന്നിവ പൂർത്തിയാക്കുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രത്യേകം KYC ഫോം പൂരിപ്പിക്കാത്തവർ അത് പൂരിപ്പിക്കാൻ മറക്കരുത്. ഒരു പക്ഷേ നിങ്ങൾ KYC പൂർത്തിയാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഗഡു ലഭിക്കില്ല. സർക്കാരിൽ നിന്ന് ഔദ്യോഗിക പ്രഖ്യാപനം വന്ന ഉടൻ തന്നെ ഏറ്റവും വേഗത്തിൽ നിങ്ങൾക്കായി വിശദമായ അപ്ഡേറ്റ് എത്തിക്കുന്നതാണ്. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇത്തരത്തിലുള്ള കേരളത്തെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഏറ്റവും പുതിയ പദ്ധതി വിവരങ്ങൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ സംശയങ്ങൾ പരാതികളെല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.